ശരിയായി. അപ്പോൾ അന്യഭാഷയിൽ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. ആ അന്യഭാഷ പറയുന്ന ആരും തിരിച്ചറിയണമെന്നുള്ള. എന്നാൽ അവൻ ആത്മാവിൻ മർമ്മങ്ങളാണ് സംസാരിക്കുന്നത്. മർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ലോകത്തിൽ ഇനി വലിയ വാല്യൂ ഉള്ളത്. ദിവസം അവസാനിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയത് ബുദ്ധിപരമായുള്ള ആശയങ്ങളൊന്നുമല്ല, ശാസ്ത്രീയ ഗവേഷണങ്ങളൊന്നുമല്ല. വേദപുസ്തകം പരിശുദ്ധാത്മാവ് എഴുതി അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഒരു വെളിപ്പാട് മലയാളത്തിൽ പറയുമ്പോൾ റെവലേഷൻ. അത് ദൈവത്തിന്റെ വചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ഈസിയായിട്ട് ഗ്രഹിക്കാൻ പോലെ പലരും നടന്നും മുഴങ്കാലിരുന്നും ഉപവസിച്ചും ഒക്കെ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിൻ മർമ്മങ്ങള് അത് കർത്താവിന്റെ ഹിതപ്രകാരം ആണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനുരിതമായി എന്തെങ്കിലും പറയുന്നത് പോലും ശിക്ഷയ്ക്കിടയായി. യേശുക്രിസ്തുവിനെതിരായിട്ടോ ദൈവീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് പലരും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് എന്തെങ്കിലും വ്യാജം കാണിക്കുകയോ കള്ളം പറയുകയോ ദുഷ്ടത പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് വലിയ ശിക്ഷയ്ക്കിടയായി. അത് വ്യക്തിപരമായ ജീവിതത്തിൽ നശിച്ച് തകരാനിടയായി. ചില കുടുംബങ്ങൾ നശിച്ച് തകർന്ന് ഇല്ലാതായി തീരാനിടയായി. പരിശുദ്ധാത്മാവിനുചിതമായി സംഘടിക്കുന്ന സമൂഹങ്ങൾ, സഭ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, 100 സഭകളില്ല. എന്നാൽ നമ്മൾ ലോകപ്രകാരം കാണുന്ന പല പ്രസ്ഥാനങ്ങൾ പരിശുദ്ധാത്മാവിന് വിപരീതമായി അവര് സംഘടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം തകർന്നു പോകും. അപ്പൊ പരിശുദ്ധാത്മാവ് വ്യാജം കാണിക്കുകയോ ഒന്നും ചെയ്യുവാൻ ഒരിക്കലും അനുവാദം ഭൂമിയിലില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ തന്നെ പഠിച്ച ഒരു സംഭവമാണ്. ഞാൻ നന്നായിട്ട് നിറവോടെയൊക്കെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കൂട്ടായ്മയിൽ പലരും അങ്ങ് അന്യഭാഷയൊക്കെ പറഞ്ഞ് വലിയ ബഹളം പോലെ ആയിരുന്നുകൊണ്ട് ഞാനത് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയൊന്നും ഇങ്ങനെ കിടന്ന് പറയുന്ന ബഹളം വയ്ക്കുന്നൊന്നും അല്ല എന്ന് ഞാൻ ഇടയ്ക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുകയൊക്കെ ചെയ്തു പലരോടും. ചില ആളുകൾക്ക് അന്യഭാഷ വലിയ ബഹളം വയ്ക്കുകയും ഹത്സിക്കുന്നൊക്കെ പറയുകയും വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേക്കൊരു അതുപോലുള്ള കൂട്ടായ്മയൊക്കെ കുറച്ചുകൂടെ അറേഞ്ചിലായിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ശക്തമായിട്ട് അന്യഭാഷ പറയാതെ ഒക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ രാത്രിയിൽ കൈ ടോർച്ച് ഉണ്ടെങ്കിലും ചെറിയൊരു ടോർച്ചാണ്, അത് പഠിച്ചുകൊണ്ടാണ് വന്നെങ്കിലും മണലിനകത്ത് പാമ്പ് കിടന്ന് കണ്ടില്ല. എന്നെ ചവിട്ടി അത് കടിച്ചു. എന്നെ കടിച്ചു. എനിക്ക് ഞാൻ ശരിയായിട്ടത് കണ്ടു. അവൻ്റെ കാലയിൽ നിന്നേരം തന്നെ ചോര വയ്ക്കൊണ്ട് പാമ്പ് കടിച്ചു കൊടുത്ത് ചോര പോകുന്നു. പാമ്പ് എഴഞ്ഞ് അവിടുന്ന് പോയി ഒരു കല്ലിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് എന്നെ തന്നെ നോക്കിയിരിക്കുക. അത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാദം ഇങ്ങനെയാണ്: എന്നാലും പാമ്പ് നീ എന്നെ കടിച്ചല്ലോ എന്ന് മാത്രം മലയാളം പറഞ്ഞു. എന്നിട്ട് ആ പാമ്പിന് നേരെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എത്ര സമയമാണെന്ന് ഞാൻ മിനിറ്റൊന്നും പറയാൻ ഒക്കുകയില്ല. കുറേ മിനിറ്റുകൾ അന്യഭാഷയെ തന്നെ അവിടുന്ന് ആത്മാവിൽ പോരാടാനിടയായി. ഇപ്പൊ പാമ്പ് കടിച്ചു എന്നുള്ള രീതിയിൽ സാറിന് പാമ്പ് കടിച്ചു പെട്ടെന്നൊരു പ്രയാസമാണ് ഉണ്ടാകുന്നെങ്കിലും പാമ്പ് കടിച്ചെന്നല്ല മനസ്സിലായി. കാലേ കൂടെ ചോരയും പോകുന്നുണ്ട്. എങ്കിലും അന്യഭാഷയിൽ ഞാൻ കുറേ ദിവസമായി അന്യഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ അന്യഭാഷയെ തന്നെ കുറെ നേരം അവിടെ നിന്ന് പോരാടി പാമ്പിന് നേരെ ഞാൻ നോക്കി. പാമ്പിനെ കല്ലിനിടയിൽ നിന്ന് അടിച്ചു കൊല്ലാനോ ഒന്നും ഇറങ്ങിയില്ല. ഞാനതിന് ശേഷം വീട് നടന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. സാധാരണ ഇതിൽ നമുക്കറിയാമല്ലോ, പല മാരമായ രോഗങ്ങളുടെ അവസരമൊക്കെ വരുന്ന പോലെ തന്നെയാണ് ഒരു പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് ആ വ്യക്തിയെ അതുപോലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന്
നമ്മുടെ എൻ്റെ മിടുക്കുകൊണ്ടോ വലിയ പ്രാപ്തി ഞാൻ ഉന്നതനായതുകൊണ്ടല്ല, അന്നത്തെ യഥാർത്ഥമായ അവസ്ഥയിൽ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു കർത്താവ് വിടുവിച്ചു. പിറ്റേ ദിവസം പല ആളിലും പാമ്പ് കടിച്ചുകൊണ്ട് കാണാൻ വന്നു. എനിക്കൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ ആ വഴിക്കൂടെ തന്നെ നടന്നു പോയപ്പോഴേക്കും അതിന് കുറച്ചല്പം മാറിയൊരു സ്ഥാനത്ത് ആ പാമ്പ് നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്, ചത്ത് കിടക്കുകയാണ്. ആരും തല്ലിക്കൊന്നായിട്ടൊന്നുമില്ല തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴും വേണ്ടതിൽ അതെന്താണെന്ന് മനസ്സിലായിരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പ്രവൃത്തിയെ നിസ്സാരമായിട്ട് കണക്കാക്കിയ സ്ഥാനത്ത് പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഗ്രഹിക്കാൻ വേണ്ടി സംഭവിച്ച ഒരു കാര്യം. പിതാവാം ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം എന്ന മൂന്ന് ആ നിലയിൽ നമ്മുടെ ദൈവീക കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നതാണ്. ലോകം മുഴുവൻ അങ്ങനെയാണ്. അല്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല. ദൈവത്തിന്റെ മൂന്ന് ആളത്വങ്ങളെ പറഞ്ഞ ദൈവം മൂന്ന് ദൈവമല്ല, ദൈവമേകനാണ്. പുത്രനായ ക്രിസ്തു വേഗം തന്നെയാണ്, പരിശുദ്ധാത്മാവേഗം തന്നെ. ഇപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവമാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. ദൈവം ആത്മാവാണ്. അപ്പൊ ആ വലിയ വിദ്യാഭ്യാസമൊന്നും അറിവില്ലാത്ത ആ സ്ത്രീ പ്രാർത്ഥനയെക്കുറിച്ചും മശിഹയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശമര്യക്കാർക്ക് വന്ന ചെറിയ പഠനങ്ങളും അറിവുകളും ഒക്കെ ഉണ്ട്, യഹൂദന്മാർക്ക് മാത്രമല്ല. അപ്പോൾ ആ സ്ത്രീയോട് ഉള്ള സംസാരത്തിൽ ആണ് കർത്താവ് പറഞ്ഞ, സ്ത്രീയെ, ദൈവത്തെ നമസ്കരിക്കുന്നവര് യെരുശലേമിലും അല്ല, ഈ മലയിലുമല്ല, ദൈവം ആത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവാം ദൈവം എന്തെങ്കിലും ശക്തിയോ രണ്ട് അന്യഭാഷയോ അല്ല, പക്ഷെ പരിശുദ്ധാത്മാവാം ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ദൈവം ആത്മാവാണ്. അപ്പൊ പുത്രനായ ക്രിസ്തുവും ആത്മാവാണ്. പരിശുദ്ധാത്മാവിൽ ജനിച്ച ആണ് യേശു ക്രിസ്തു. ഞാൻ ഒറ്റ ചെറിയ ഭാഗം കൂടി അവസാനിപ്പിക്കാം, സമയത്ത് എടുക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകം യേശു ക്രിസ്തു ജനനത്തിന്റെ കാലയളവിൽ അതിന്റെ 2-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. യേശു യഹൂദയിലെ ബേത്ലഹേം ജനിച്ച ശേഷം കിഴക്കുന്ന ഈസ്റ്റേൺ ഏരിയയിൽ നിന്ന് കിഴക്കുന്ന വിദ്വാൻമാർ യെരുശലേമിലെത്തി. കിഴക്കുന്ന വെറുതെ കുറച്ച് ആളുകൾ എന്തെങ്കിലും വല്ലതും കിട്ടാൻ വന്നവരല്ല. കിഴക്കുന്നുള്ള അന്നത്തെ സയന്റിസ്റ്റ് ആണ്, വിദ്വാൻമാർ, ഏറ്റവും കഴിവുള്ളവരായിരിക്കുന്ന ആളുകൾ അന്നത്തെ. ആ വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞ വേറെ അന്നിവിടെ കേരളത്തിൽ തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ ഉണ്ട്. സാമൂതിരി രാജാവും അതൊക്കെ കാണും. ഇന്ത്യയിൽ തന്നെ 100 രാജാക്കന്മാരുണ്ട്, നാട്ടുരാജാക്കന്മാരുണ്ട്. അപ്പൊ ചൈനയിലും കാണും, പല രാജ്യങ്ങളിലും ഒക്കെ കാണും. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ദാവീദിന്റെ സന്തതിയായി പിറന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ളതാണ്. ദാവീദിന്റെ സന്തതിക്ക് പ്രാധാന്യമുള്ള യഹൂദന്മാരുടെ ശൗലിന് ശേഷമുള്ള ദാവീദിന്റെ രാജവംശത്തെക്കുറിച്ചും ഒക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ച ദാവീദിന്റെ രാജാവിനാണ് പ്രാധാന്യം. അപ്പോ ഇവിടെ ഇതാണ്, യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയാണ്? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. നക്ഷത്രത്തെ മനുഷ്യൻ നിയന്ത്രിക്കുന്നതല്ല, ഭൂമിയേക്കാൾ വലുതാ നക്ഷത്രങ്ങൾ. ആ വലിയ നക്ഷത്രം അല്ലെ യേശുക്രിസ്തുവിന്റെ യഹൂദന്മാർ രാജാവായി പിറന്നവന്റെ നക്ഷത്രമാണ് കണ്ടത്. അത് കിഴക്ക് കണ്ടു. ആ രാജാവിനെ നമസ്കരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് വിദ്വാൻമാര് പറഞ്ഞത്. അപ്പോൾ അന്ന് യഹൂദന്മാർ രാജാവായ ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം എല്ലാം ഭ്രമിച്ചു. നല്ല സന്തോഷിക്കല്ലേ യഥാർത്ഥം ചെയ്യേണ്ടത്. യഹൂദന്മാർ രാജാവായി പിറന്നവരുടെ നക്ഷത്രം കിഴക്കുള്ള വിദ്വാൻമാർ കണ്ടിട്ട് വന്നിരിക്കുകയാണെന്ന് അവർ സന്തോഷിക്കേണ്ട പകരം അവിടെ അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഹെരോദാവൊക്കെ ഭ്രമിച്ചു.
അപ്പൊ തന്നെ പെട്ടെന്ന് രാജാവ് എന്ത് ചെയ്തു? ഹെരോദ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അപ്പൊ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് ചോദിച്ചാൽ മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും വലിയ പഴയ നിയമ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കുന്ന വ്യക്തികളോടാണ്. അവരോട് ചോദിച്ചു. അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെയാണ്. സംഖ്യാപുസ്തകം സംഖ്യാപുസ്തകം 24-ാമത്തെ 17-ാം വാക്യത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 24:17 യഹൂദയിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിപ്പിച്ച് നക്ഷത്രം വെളിവായ സമയം അവിടെ സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നക്ഷത്രം രാജാവിന്റെ കൊട്ടാരത്തിൽ കയറിയത് കൊണ്ട് നക്ഷത്രം കാണാതിരിക്കുകയായിരുന്നു. അടുത്ത 10-ാം വാക്യത്തിൽ 2:10 പറഞ്ഞിരിക്കുന്നത്, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു. വീണ യേശുവിനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നു. യേശുവിന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യം ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. അവർ വേറെ വഴിയായി സ്വദേശം മടങ്ങിപ്പോയി. ഞാൻ ആ ഭാഗം അവിടെ നിൽക്കുക. ആ ഭാഗം കൂടുതൽ ചിന്തിക്കുന്നില്ല. എന്നാൽ ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ ഒരു അരുളപ്പാട് ഉണ്ടായത് കൊണ്ടാണ് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് ആ വിദ്വാൻമാർ മടങ്ങുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ അരുളപ്പാട് ഉണ്ടായത് കൊണ്ടാണ് ജോസഫ് മറിയെ വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ ഗർഭിണിയായിരുന്ന മറിയെ ജോസഫ് ചേർത്തുകൊണ്ടു. ആ ഗർഭിണിയായിരുന്ന മറിയയും കൊണ്ടാണ് സെൻസസിന് വേണ്ടി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പോയി. അങ്ങനെയാണ് ബേത്ലഹേമിലേക്ക് അവർ വന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് മറിയോടും അപ്രകാരം തന്നെ ഇടപെട്ടു. അപ്പോൾ പുതിയ നിയമസഭയിലേക്ക് കടന്നു വരുന്ന ബാക്കി കാര്യങ്ങളൊന്നും കിട്ടുക. പുതിയ നിയമസഭയിലേക്ക് പറയും, പ്രത്യേകം പുതിയ നിയമസഭയ്ക്ക് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അപ്പോൾ അതിന് ഏത് കാര്യത്തിനും ഒരു പണമോ പ്രതാപോ ശക്തിയോ കഴിവോ അറിവോ വേണം. പക്ഷെ ശക്തി ആവശ്യമാണ്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിനുള്ള ശക്തി ആവശ്യം. ദൈവത്തിന്റെ ശക്തി ഇല്ലാത്ത ശക്തിയൊക്കെ ക്രിസ്തീയ സമൂഹത്തിൽ വ്യാജമായിട്ടും ആവശ്യമില്ലാത്ത ശക്തിയാണ്. ആവശ്യമില്ലാത്ത ശക്തി പ്രകടനം ആരും കാണിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെല്ലാം ഒത്തിരി ശക്തി പ്രകടനങ്ങളാണ് ആളുകൾ കാണിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ തന്നെ അനാവശ്യമായിട്ട് ഞാൻ വലിയ പ്രസംഗന തെളിയിക്കാൻ വേണ്ടിയിട്ട് വലിയ പോയിന്റൊക്കെ പല പോയിന്റ് പറയണം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റു നിലയിൽ ഞാനാണ് വലിയ പ്രസംഗൻ. ഇന്നത്തെ പ്രസംഗനേക്കാൾ കൂടുതൽ പോയിന്റ് ഒക്കെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതിൽ. അങ്ങനെ പ്രസംഗിക്കണമെന്നും പരിശുദ്ധാത്മാവ് ദൈവം ഇടപെടുന്നില്ല. പരിശുദ്ധാത്മാവ് ദൈവം ഇടപെട്ടില്ലെങ്കിലും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ അതുകൊണ്ടാണ് പുതിയ നിയമസഭ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പൊ ഭൂമിയുടെ അറ്റങ്ങളോളം സാക്ഷികളാകുവാൻ വിവിധങ്ങളായ നിലയിൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും ഇടപെടുകയും അവരെ കൊണ്ട് ഒരുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജോസഫിനെ ഒരുക്കിയ കാര്യം ഞാൻ പറഞ്ഞു, മറിയെ ഒരുക്കിയ കാര്യം പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന മറിയയും കൊണ്ട് ബേത്ലഹേമിലേക്ക് പോവുകയും യേശുവിന്റെ ജനത്തിങ്കൽ വഴിയമ്പലത്ത് പോലും സ്ഥലമില്ലെന്നും
അതുകൊണ്ട് പുൽക്കൂട്ടിൽ കിടത്തിയെന്നും ഒക്കെ ഈ കാര്യം ലോകം മുഴുവൻ അറിയിക്കുക. ലോകത്തെ ഏറ്റവും ശക്തിയായിരിക്കുന്ന കത്തോലിക്ക സമൂഹം മുഴുവൻ ആ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ തുടങ്ങി ഭൂമിയുടെ അറ്റങ്ങളോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും കർത്താവിന്റെ ശുശ്രൂഷയും കർത്താവിന്റെ ക്രൂശീകരണവും കർത്താവിന്റെ ക്രൂശീകരണത്തിൽ അവിടെ തന്നെ രാജ്യത്തെ ഒരു ഭരണാധികാരിയായിരുന്നു അരിമത്യക്കാരനായ ജോസഫ് എന്ന മന്ത്രി. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കാൻ വിസ്തരിക്കുകയും ക്രൂശിൽ തറയ്ക്കുകയും കൊല്ലുകയും ഒക്കെ സന്ദർഭത്തിൽ അവിടുത്തെ ഭരണകൂടത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അരിമത്യക്കാരനായ ജോസഫ് എന്ന മന്ത്രി. അദ്ദേഹം അതിനു മുമ്പ് തന്നെ താൻ മരിച്ചു കഴിയുമ്പോൾ തന്നെ അടക്കം ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു കല്ലറ ഒക്കെ അദ്ദേഹം ഒരുക്കിയിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അത് കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായ രക്ഷകനെ കുറിച്ച് അരിമത്യക്കാരനായ ജോസഫ് മനസ്സിലാക്കിയത് കൊണ്ട് തൻ്റെ ഇടത്തോടെ ചെന്ന് ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ശരീരം രാജാവിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ രാജാവിന് പട്ടാളക്കാരെ അയാളെയും കൂടെ പിടിച്ച് അയാളുടെ തലയെ വെട്ടിക്കോ, അല്ലെ അയാളെയും കൂടെ ക്രൂശി തറയ്ക്ക് വേണം പറയാം. വേറെ ഒത്തിരി ശത്രുക്കൾ ഉണ്ടായെന്ന് വരും. പക്ഷേ ജോസഫ് എന്ന മന്ത്രി ധൈര്യപ്പെടാനിടയായിട്ടത് യഥാർത്ഥമായിട്ടാണ് യേശു ക്രിസ്തുവിനെ ഗ്രഹിച്ചത് നിമിത്തം, യേശു ക്രിസ്തുവിനെ അറിഞ്ഞ നിമിത്തം ധൈര്യത്തോടെ ചെന്ന് കർത്താവിനെ അപ്പോൾ അവിടെ രാജാവ് ചോദിക്കാം, മരിച്ചു കഴിഞ്ഞു എത്ര പറഞ്ഞു? കർത്താവ് മരിച്ചു കഴിഞ്ഞു ക്രൂശിന്മേൽ. ആ ക്രൂശിൽ നിന്ന് ആ ഡെഡ് ബോഡി വളരെ ശ്രദ്ധിച്ച് ക്രൂശിൽ നിന്ന് ഇറക്കിയത് ജോസഫാണ്. ജോസഫിന് ചുമതലയാണ്. ജോസഫ് ഞാൻ ചിന്തിക്കുന്നത് ജോസഫ് അത്രത്തോളം കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ മരിച്ച ആ കർത്താവിനെ തീർച്ചയായിട്ടും യേശുവിൻ്റെ അമ്മയായി മറിയയും അവിടെ ആ സമയത്ത് കാണും. ആ പാവപ്പെട്ട കുറെ സ്ത്രീകളുണ്ട്, അവരൊക്കെ കാണും. എങ്കിലും ഈ അരിമത്യക്കാരനായിരിക്കുന്ന ജോസഫ് എന്ന മന്ത്രി തീർച്ചയായിട്ടും കർത്താവിന്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വലിയ സന്തോഷം. എൻ്റെ അദ്ദേഹത്ത് ചോര പറ്റുന്നോ, അദ്ദേഹത്ത് മണ്ണ് പറ്റുന്നോ, ചെളി പറ്റുന്നോ, എൻ്റെ ഷർട്ടെ കറ പറ്റും, എൻ്റെ ഉടുപ്പെ കറ പറ്റുന്നോ, ഇതൊന്നും എനിക്ക് താൻ ചിന്തിച്ചില്ല. നമ്മളൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ജോസഫിനെ രൂപാന്തരപ്പെടുത്തിയ കാര്യമാണ് പറഞ്ഞത്. അരിമത്യക്കാരനായ ജോസഫ് ധൈര്യത്തോടെ ക്രൂശിൽ നിന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അല്ലെങ്കിൽ ഇവനും ആ യേശുവിന്റെ കൂടെയൊക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. കണ്ടോ, ഇയാൾ വലിയ സൂത്രക്കാരനായിരുന്നു, ഇയാൾ വലിയ പാറുവെപ്പുകാരനായിരുന്നു. ഞാൻ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു കൊടുത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ജോസഫിന് അതൊന്നും ബാധിച്ചില്ല. താൻ ധൈര്യത്തോടെ കർത്താവിന്റെ ശരീരം ചോദിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവിന്റെ ശരീരം, ഇത് കർത്താവിന്റെ രക്തം. അപ്പൊ കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും ആണ് നാം യഥാർത്ഥമായി അനുഭവിക്കുന്നത്. സഭ കർത്താവിന്റെ രക്തം കുടിക്കുന്നവർ പേടിപ്പിക്കുന്നവരെന്നല്ല. കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും അതുപോലെ പൂർണ്ണമായിട്ട് ആ കർത്താവിനോട് ചേർന്ന് കർത്താവിൽ ലയിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തീയ അനുഭവം. സഭ അങ്ങനെയാണ്, യഥാർത്ഥമായ സഭ അങ്ങനെയാണ്. വലിയ മത്സരവും വലിയ പ്രകടനങ്ങളും ഇതൊന്നും സഭയ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സഭയുടെ വളർച്ച എങ്ങനെയാണ്? നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നു എന്ന് മനസ്സിലായി പുതിയ സഭയിൽ വന്ന തെളിവാണ് അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്നുള്ളത്. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് ആ യെരൂശലേം ദേവാലയത്തിൽ ആ ഭാഗത്ത് നിൽക്കേണ്ട ആളുകളെല്ലാം അവിടെ നീയോട്ട് പോകുന്നു, പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക് പോകുന്നു, പരിശുദ്ധാത്മ നിറവിലേക്ക് പോകുന്നു. അവിടെ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെ കണ്ടു, ആത്മനിറവോടെ ദൈവത്തെ ആരാധിക്കുന്നവർ കണ്ടു. അവര് അന്യഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു കഴിഞ്ഞപ്പോൾ ഇവര് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നതാണ് ചിലർക്ക് മനസ്സിലായത്. നമ്മുടെ ലോകപ്രകാരമുള്ള മനുഷ്യന്റെ അയാണ്ട് വെള്ളം കുടിച്ചേച്ചിരിക്കുന്ന എന്നേ മനസ്സിലാവും, അയാണ്ട് കുടിച്ചേച്ചിരിക്കുന്ന എന്നൊക്കെ തോന്നും. എന്നാൽ ആ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഏതും സഹിക്കാൻ തയ്യാറുള്ളതായിരിക്കുന്ന ജീവിതങ്ങളെയാണ് ആ ക്രൂശിന്റെ ചുവട്ടിൽ കാണുന്നത്.
ക്രൂശിക്കപ്പെടാൻ, കർത്താവിനെ ക്രൂശിക്കുവാൻ മാത്രം ഭീകരന്മാരായിരിക്കുന്ന പട്ടാളക്കാരും ഒക്കെ വന്നെങ്കിലും ആ പട്ടാളക്കാരെല്ലാം പടയാളികളെല്ലാം ഞെട്ടിത്തിരിച്ചു പോയി. കർത്താവിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ അവിടെ നടന്ന സംഭവവികാസങ്ങളെല്ലാം വിശുദ്ധന്മാര്, മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ഓരോരുത്തരുടെയും ഭവനങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശദമായിട്ട് അതിനെക്കുറിച്ച് ഇപ്പോഴും അധികം പേരെ അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം തന്നെ ഒരു വലിയ വിടുതലിനും ഉയർത്തെഴുന്നേൽപ്പിനും എല്ലാം ഇടയായിരുന്നു. ഇന്നും യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണ നിമിത്തമാണ് അനേകര് പാപത്തിൽ നിന്ന്, ഭയങ്കരമായ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. ഭയങ്കരമായ മാറാ രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കപ്പെടുന്നത് ആ യേശു ക്രിസ്തു നാമത്തിലാണ്. മരണകരമായ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുന്നത് യേശു ക്രിസ്തു നാമത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സംഭവമുണ്ട്. ഏതാണ്? നമ്മളൊന്നും ചിലപ്പോൾ ഓർക്കും വരികയില്ല. മാർത്തയും മറിയയും ലാസറും അവരുടെ ബഥാനിയിലെ ഭവനത്തിൽ ലാസറിന്റെ മരണം വലിയ ദയനീയമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ആ ഭവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിലെ ത്യാഗപരമായ ജീവിതം ആ ലോകത്തെ മുഴുവൻ അറിയിക്കുന്ന കാര്യമാണ്. ആ മാർത്തയുടെ സമർപ്പണവും ആ മറിയയുടെ നിസ്സഹായ അവസ്ഥയെല്ലാം കണ്ട് ലാസറിനെ വെച്ചിരിക്കുന്ന കല്ലറയെന്ന് ചോദിച്ചപ്പോൾ ആ കല്ല് മാറ്റുവാൻ യേശു കണ്ണുനീർ വാർത്തു എന്നാണ് മലയാളത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്ന വാക്യം അതാണ്. കുഞ്ഞു വാക്യമാണ്. യേശു കണ്ണുനീർ വാർത്തു ഒരു വാക്യമായി. അപ്പോൾ ആ യേശു സ്നേഹിച്ചതായിരിക്കുന്ന ആ ഭവനത്തിൽ മരിച്ചവനായ ലാസറിന്റെ അവസ്ഥ കണ്ടിട്ട് യേശു കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്നുവെങ്കിലും കർത്താവിന്റെ അടുത്ത ശബ്ദത്തെങ്കിൽ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരണകരമായ അനുഭവത്തിലേക്ക് ചലനമറ്റ് പോയിരിക്കുന്ന ജീവിതങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു ശബ്ദത്തിന് കഴിയും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. യേശു ക്രിസ്തുവിന്റെ ഒരു ചെറിയ ആലോചന മതി രോഗം സൗഖ്യമാകുന്നത് മാത്രമല്ല മരണത്തിൽ നിന്നുള്ള വിടുതൽ തന്നെ കർത്താവിന്റെ കയ്യിൽ ആണിരിക്കുന്നത്. ലാസറേ പുറത്തു വരിക. അപ്പൊ യേശു ക്രിസ്തു ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നത് പറഞ്ഞ കർത്താവ് ആരെന്നുള്ളതാണ്. അപ്പോഴാണ് മാർത്തയ്ക്കും മറിയയ്ക്കും മനസ്സിലായത്. തുടർന്ന് ലാസറിനെ മനസ്സിലായി. ആ കർത്താവിൽ വിശ്വസിക്കുന്നവര് മരിച്ചാലും ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞ കാര്യം യേശു ക്രിസ്തു വിശ്വസിക്കുന്ന തന്റെ മക്കൾക്കുള്ളതായിരിക്കുന്ന നിത്യജീവനുള്ള അവകാശം. വേദവസ്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്ത ഇതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. തന്റെ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന തന്റെ ഏകദാന പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹം തന്നെ എന്ന് പറയണമെങ്കിൽ അത് യഥാർത്ഥമായിട്ട് വെളിപ്പെട്ടത് എന്റെ പുത്രനായി വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കണം. യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ഈ ലോകത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ക്രൂശിന്മേൽ മുഴു ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ ശരീര നിമിത്തം പാപത്തിൽ നിന്ന് മാത്രമല്ല രോഗത്തിൽ നിന്ന് രോഗം ശീലിച്ചവനായിരുന്നു പറഞ്ഞാൽ സ്ഥിരമായിട്ട് യേശു രോഗിയായിരുന്നല്ല. നമ്മുടെ സകല രോഗങ്ങളും ഏറ്റെടുത്തതാണ് കർത്താവ്. ആ കർത്താവിലേക്ക് നോക്കിയവർ സൗഖ്യം പ്രാപിക്കും. യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന സൗഖ്യം പ്രാപിക്കും. യേശു ക്രിസ്തു സന്നിധിയിലേക്ക് കടന്നു കർത്താവ് പറഞ്ഞു, കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞങ്ങൾക്ക് മുമ്പ് എല്ലാം പറ്റാത്ത എന്താണ്? നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയും ഉപവാസനാലും അല്ലാതെ ഈ ജാതി ഒന്നിനായിരുന്നു പറഞ്ഞാൽ ഈ പൈശാചി ശക്തികൾ വിട്ടു പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണം. ഒരു ചടങ്ങിനോ നോട്ടീസ് അടിച്ച് ബാനർ അടിച്ച് ഉള്ള ഉപവാസ പ്രാർത്ഥനയുടെ വിഷയമല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന അനുഭവമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. നാം യഥാർത്ഥമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുതിയ നമ്മ സഭയുടെ കണ്ണുനീരും
പ്രാർത്ഥനയും ഏറെ ഫലിക്കും. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയുകയും ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ വിശ്വാസമുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, ദീനക്കാരന് സൗഖ്യം കൊടുക്കും. എന്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ ചെറുപ്പകാലത്ത് പ്രാരംഭമായി പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്, ചില സംഭവങ്ങൾ നടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നുള്ളത് അതിശയമായിരിക്കുന്ന നിലയിൽ കർത്താവ് പഠിപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ 2-3 സംഭവങ്ങളെ ഞാൻ ഭയപ്പെട്ടു പോയി. മരിച്ചതായിരിക്കും സ്റ്റേജിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് ജീവിതങ്ങൾ സൗഖ്യം പ്രാപിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥമായി പരിശുദ്ധാത്മാവാം ദൈവത്തിനാണ് ഈ പ്രാർത്ഥന മേലെല്ലാം അധികാരമുള്ളത്. പരിശുദ്ധാത്മാവിൽ ആ പരിശുദ്ധാത്മാവിൽ വ്യാജം കാണിച്ചാൽ അന്നേരം മരണം നിശ്ചയമാണ്. അതുകൊണ്ടാണ് അപ്രധാനമായ ഒരു കാര്യമായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വേദപുസ്തകത്തിൽ എഴുതാൻ വേണ്ടിയായി തീർന്നത്. പത്രോസ് അപ്പോസ്തലനോട് പത്രോസ് അപ്പോസ്തലൻ എന്ന ആത്മാവിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയായി തീർന്നു. പഴയ പത്രോസ് അല്ല. പിന്നീട് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന അനുഭവങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രോസ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ. അതുകൊണ്ടാണ് പത്രോസിന്റെ രീതിയിൽ ഇരിക്കുന്ന ആളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആള്. മാർപ്പാപ്പ ആ പത്രോസ് അപ്പോസ്തലന്റെ സ്ഥാനത്തിരിക്കുന്ന ആളായിട്ടാണ് അവരെല്ലാം കണക്കാക്കുന്നത്. അതെങ്ങനെയുമാകട്ടെ, അത് നമുക്കൊരു ചർച്ചാ വിഷയമല്ല. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ യഥാർത്ഥമായി യേശുക്രിസ്തു നാമത്തിൽ വിശ്വാസത്തോടെ കടലിൽ കൂടെ നടന്ന ഒരു വ്യക്തിയും കൂടെ പത്രോസ്, അല്ലേ? ശിഷ്യന്മാര് വേറെ ആരും നടന്നില്ല. മുടന്തനെ എഴുന്നേൽപ്പിച്ചു. അപ്പം കർത്താവിൽ വ്യാപരിച്ചിരുന്ന അതേ അനുഭവം പത്രോസിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങി. ഫാത്തിമ സഭ വെറും കർത്താവിനെ തള്ളി പറയുകയും രാകുകയും ഒക്കെ ചെയ്ത വലിയ പിന്മാറ്റ രീതിയിലേക്ക് പോയ പത്രോസിനെ പെട്ടെന്ന് രൂപാന്തരപ്പെടുത്തി. പത്രോസിന്റെ ഒരു നിഴലടിച്ചാൽ സൗഖ്യം പ്രാപിക്കുന്ന നിലയിൽ അവിടുത്തെ സംഭവവികാസങ്ങളെല്ലാം മാറി. അപ്പോൾ ഒരു നിസ്സാരനായിരുന്ന ആ പത്രോസ് അപ്പോസ്തലനെ പരിശുദ്ധാത്മാവ് ദൈവം രൂപാന്തരപ്പെടുത്തി. പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിനെ ലോകത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായിട്ട് മാറി. വലിയൊരു ചക്രവർത്തിയായി, ഏതെങ്കിലും രാജ്യത്തെ ചക്രവർത്തിയാ പത്രോസ് എന്ന് പറയുന്നതിനേക്കാൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായി പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച പത്രോസ് അപ്പോസ്തലനെ രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ആരും തെറ്റിദ്ധരിക്കരുത് പറഞ്ഞത് തെറ്റായി പോകുന്ന ദുർവ്യാഖ്യാനങ്ങൾ ഈ കേൾക്കുന്നവരാരും പറഞ്ഞേക്കരുത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായിട്ട് എന്നും മാർപ്പാപ്പ ഇറ്റലിയിലാണ്, റോമിലാണ്. അത് ആർക്കും ശല്യവും ഒരു വേറെ വഴക്കും വയ്യാവരിക്കും യുദ്ധത്തിനൊന്നും പോകുന്നവരല്ല. ഇപ്പോൾ പണ്ട് കുരിശുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു, അതൊക്കെ കഴിഞ്ഞ കാര്യം. എന്നാൽ ഇന്ന് ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ശ്രേഷ്ഠമേറിയ സ്ഥാനമാണ് മാരെ ഈ ദിവസങ്ങളിൽ ലോകത്തിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് പത്രോസിന്റെ പിന്തുണച്ചക്കാരനായിട്ടാണ് മാർപ്പാപ്പയെ കണക്കാക്കുന്നത്, അല്ല വലിയ രാജാവിന്റെ അതിലല്ല. അപ്പോൾ ആ പത്രോസിനെ രൂപാന്തരപ്പെടുത്തി പത്രോസ് അപ്പോസ്തലനെ സ്വർഗം ഉപയോഗിക്കാൻ തുടങ്ങി. ആ പത്രോസ് അപ്പോസ്തലനെ മാറ്റം വരുത്തിയത് പരിശുദ്ധാത്മാവ് പത്രോസിന് മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. ആ പത്രോസ് അപ്പോസ്തലന്റെ അവനോട് ഒരുമിച്ച് ചേർന്ന് നിന്നായിരിക്കുന്ന ജനത്തിന്റെ മേൽ ഏകദേശം 100 പേരോളമുള്ള ആളുകൾ ഒരുമിച്ച് കൂടി. എന്താ ചെയ്യണം? അവർക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനോ ലീഡ് ചെയ്യാനോ ആരുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ 100 പേരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ ശക്തിയായി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അനുഭവമായി. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം ദൈവത്തിന്റെ സഭയുടെ കയ്യിലായിരിക്കുന്നത്. ദൈവത്തിന്റെ സഭ ഏത് നിലയിൽ ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആത്മാക്കളെ നേടുവാൻ, പാപത്തിൽ ജീവനെ പിടിക്കുന്നതിന് വേണ്ടി, ഓരോ ലോകത്തിന്റെ അവസരങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തകർക്കുവാൻ ലോകത്ത് ഒരു ശക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആണത് പത്രോസ് അപ്പോസ്തലൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചേ ഉള്ളൂ. അനന്യാസും സഭയോടും ഇത്രയ്ക്കോ ഉള്ളോ എന്ന് ചോദിച്ചു. ഇത്രയ്ക്കുള്ളതെന്ന് വ്യാജം പറഞ്ഞു. അപ്പോൾ തന്നെ അവര് മരിച്ചു. അതിന് വധശിക്ഷയ്ക്ക് വിധിക്കണ്ട, തൂക്കിക്കൊല്ലാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയത് തൂക്കിക്കൊല്ലാൻ നിർത്തണ്ട
തലവെട്ടാൻ കൊണ്ടേക്ക് കൊടുക്കണ്ട, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ അപ്പോൾ തന്നെ മരണം എന്നാണ് അനന്യാസിനും സഭീരയുടെയും ജീവിതാനുഭവം കാണുന്നത്. അതുകൊണ്ട് എല്ലാ സഭകളിലും എല്ലാ ദിവസവും മരിപ്പിക്കണം എന്നുമല്ല പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ വ്യാജം കാണിപ്പാൻ നോക്കുകയില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ചില ദിവസങ്ങളൊക്കെ അന്യഭാഷയോടൊക്കെ മറുതലിച്ചൊക്കെ ചില പോയിന്റൊക്കെ പറയുന്ന പോലെ ആയിരുന്നെങ്കിലും പാമ്പ് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല. പാമ്പ് കല്ലിന്റെ ഇടയ്ക്ക് എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി 11 മണിയാണ്, ഞാൻ തന്നെ ഉള്ളൂ. ആ പാമ്പിന് നേരെ നോക്കിയാണ് ആദ്യം, പാമ്പ് നീ എന്നെ കടിച്ചെന്നുള്ളതെന്ന് ഒരു വാദം മാത്രമേ ഞാൻ മലയാളത്തിൽ പറഞ്ഞുള്ളൂ. പിന്നെ കുറെ സമയം അന്യഭാഷയിൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനങ്ങൾ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ നിയന്ത്രണം എന്റെ മേലുണ്ടായി. അപ്പോൾ എനിക്ക് എന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യം വന്നു. അപ്പൊ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഇങ്ങനെ ഓർപ്പിക്കുന്ന വേറെ ലോകത്തിൽ ഒന്നുമില്ല. ലോകത്തിൽ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഈ 3 കാര്യം പറഞ്ഞത്. ഏതൊക്കെയാ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ചാണ് ലോകം മുഴുവൻ എപ്പോഴും അറിയേണ്ടത്. അതോർത്ത് പേടിച്ചൊയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുവാനല്ല, എന്നാൽ സമാധാനപുത്രനായിരിക്കും യേശുക്രിസ്തു മുഖാന്തരം നിരപ്പിന്റെ അനുഭവം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ദൈവപുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തിൽ വരുത്തിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ സമാധാനം യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ, എന്നെ നിയന്ത്രിപ്പാൻ, എന്റെ ഭവനത്തെ സൂക്ഷിക്കുവാൻ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ എന്നോട് വിളിച്ച ജനത്തിന് വേണ്ടി കരുതിയിരിക്കുന്ന ആ കർത്താവിന് കഴിയും. കർത്താവിനാൽ കഴിയാത്ത ഒന്നുമില്ല. അപ്രകാരം കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് നീങ്ങുന്ന ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. 100 സഭകളൊന്നുമില്ല. ദൈവത്തിന്റെ സഭയൊന്നും ലോകത്തിലൊന്നും മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന സഭ, യേശുക്രിസ്തു ഇഷ്ടം ചെയ്യുന്ന സഭ, യേശുക്രിസ്തുവിന് തന്നെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സഭ. അത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ നിറങ്ങളിലും വിവിധ ഭാഷകൾ സംസാരിക്കുന്നതും വിവിധ നിലയിലുള്ള സമൂഹങ്ങളാണെങ്കിലും അവരെല്ലാം ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ അവർ ക്രിസ്തുയേശു ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരീരത്തിൽ നമ്മുടെ പല്ല് നല്ല വെളുത്ത നിറവാണെങ്കിലും അതിനിപ്പുറം മറ്റു ചുരുക്കൊക്കെ വ്യത്യാസമുണ്ട്. മീശയ്ക്ക് കറുപ്പ് നിറമാണ്, തലമുടിക്ക് കറുപ്പ നിറമാണ്, ചുവപ്പൊക്കെ സ്ത്രീകൾക്കൊക്കെ കണ്ടേക്കാം. പക്ഷേ വ്യത്യസ്തമായി തലമുടിയും കൈയും കാലും ശരീരത്തിന്റെ എല്ലാ അവസ്ഥകളും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ശരീരം. അതാണ് കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭ. ആ സഭയ്ക്ക് വേണ്ടി ജീവൻ നൽകി തന്ന, തന്റെ ശരീരവും രക്തവും സഭയ്ക്ക് വേണ്ടി നൽകി തന്ന, സഭയെ സ്നേഹിച്ച ആ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് വലിയൊരു ശ്രേഷ്ഠമേറിയ കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് യേശുക്രിസ്തു ജീവിക്കുക എന്നുള്ളത് എന്ന് പകൽ ഈ ആരാധന കേൾക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാവരും ഈ കർത്താവിനോട് ഇതുപോലെ പറ്റിച്ചേരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായി ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ, അവരുടെ ജീവിതത്തിലെ അവസ്ഥകളെ യഥാർത്ഥമായി കർത്താവിന് സമ്മതിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് അവരെ കർത്താവിനോട് ചേർത്ത് യഥാർത്ഥമായി ദൈവത്തെ ആത്മനിർവ്വോടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ, അത് ലോകത്തിന്റെ ഏത് പ്രദേശങ്ങളിലാണെങ്കിലും അതാത് പ്രദേശങ്ങളിലെ ദൈവമക്കളെ ഒന്നായി ചേർക്കുന്ന കാല സമ്പൂർണ്ണതയുടെ വ്യവസ്ഥയാണ് ഇനിയും വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.